ഓണവിശേഷങ്ങളും മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുമായി ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി. നാടും നഗരവും ആഘോഷങ്ങൾ അതിര് കടക്കരുതെന്ന് പോലീസ്. GST നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണ ആളുകൾക്കും ലഭിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കമ്പനികൾ വില കൂട്ടരുതെന്നും സർക്കാർ നിരീക്ഷിക്കുമെന്നും മുന്നറിയിപ്പ്. ലോട്ടറി നികുതി 40% തിരിച്ചടിയായെന്നും ധനമന്ത്രി. സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം കേന്ദ്രം ഗൗരവത്തിൽ കണ്ടില്ലെന്നും വിമർശനം. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡും സർക്കാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റന്നാൾ NSS SNDP നേതൃത്വത്തെ നേരിട്ട് കാണും. അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമം കാപട്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീഷ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ 5 പേരുടെ പരാതിയിൽ കോടതിയിൽ FIR സമർപ്പിച്ച ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന് റിപ്പോർട്ട്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചുവെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും FIR. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിൽ 3 മരണം. അപകടം കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. മരിച്ചത് തേവലക്കര സ്വദേശികൾ. ഒരാളുടെ നില അതീവ ഗുരുതരം. കണ്ണൂരിൽ പെരുന്തട്ടയിൽ ബൈക്കിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കാൽനട യാത്രക്കാരായ എരമം സ്വദേശികൾ. താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമി ലൈനപ്പ് ഇന്നറിയാം. ഉച്ചയ്ക്ക് ശേഷം 2:30 ആലപ്പി റിപ്പിൾസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. 2ാം മത്സരം തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും തമ്മിൽ. കഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ 3ാം സ്ഥാനത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവുമൊക്കെ. നാളെ തിരുവോണമാണ്. ഉത്രാടപ്പാച്ചിലിൻ്റെ വിശേഷങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തെ ചാക്കയിൽ നിന്നും ചാല മാർക്കറ്റിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ചാല മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്താണ് നമ്മളുള്ളത്. വലിയൊരു തിരക്ക് ചാലയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കില്ലാത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ നീങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ വലിയൊരു തിരക്ക് കാണാൻ കഴിയും. രാവിലെ തൊട്ട് വലിയൊരു തിരക്കുണ്ടായിരുന്നു. രാവിലെ തൊട്ട് തിരക്ക് തന്നെ, ഭയങ്കര തിരക്ക് തന്നെ. ഈ പച്ചക്കറിയുടെ ഒരു വിലയിൽ വലിയ വ്യത്യാസമില്ലെന്ന് ആളുകളൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം എങ്ങനെയാണ്? പച്ചക്കറി കുറവാണ്, പൊതുവെ കുറവാണല്ലോ, അതുകൊണ്ടുള്ള വിലയുടെ വ്യത്യാസമുള്ളൂ. ഇതന്നെയാണ് പച്ചക്കറി വിലയിലടക്കം വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി എത്തി സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഒക്കെയാണ് ആളുകൾ ആരംഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി നിരവധി പേർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. പച്ചക്കറി സാധനങ്ങൾ വാങ്ങുന്നതിനും ഒപ്പം തന്നെ മറ്റ് തയ്യാറെടുപ്പുകളും അവർ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏത്തക്ക ഉൾപ്പെടെ പഴങ്ങളുടെ ഏത്തക്കയും മറ്റ് ഫലവർഗ്ഗങ്ങളും നിരവധി ആളുകൾ എത്തി വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. എന്ത് തന്നെയായാലും ഓണം ആഘോഷിക്കാൻ തന്നെയാണ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ല. കാരണം നമുക്കറിയാം, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ആ പഴമൊഴി അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തൊട്ട് നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിരവധി പേർ എത്തുന്നു. വീണ്ടും ആളുകൾ എത്തുന്നു. വലിയൊരു തിരക്ക് തന്നെ. ഒരിക്കലും ഇല്ലാത്ത ഒരു തിരക്കിലേക്ക് ഉത്രാട നാളിൽ എല്ലാ മാർക്കറ്റുകളും നീങ്ങാറുണ്ട്. അതുതന്നെയാണ് നമുക്ക് ചാലയിലും കാണാൻ കഴിയുന്നത്. ഓണം ആഘോഷിക്കുക, അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക, അതുതന്നെയാണ് ആളുകൾ എല്ലാവരും തന്നെ മാർക്കറ്റിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടതിൽ തന്നെ കുടുംബത്തോടു കൂടി എത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിരുന്നു. അതും ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ നമുക്ക് കാണണം. എല്ലാം അവർ ഒന്നിച്ച് തന്നെ നടത്തുന്നു. ഓണം എന്നത് ഒരുമയുടെ ഒരു ആഘോഷം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.
കുടുംബങ്ങളൊക്കെയും എത്തുന്നൊരു കാഴ്ചയുണ്ട്. ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണോ? അതെ. സാധനങ്ങളൊക്കെ വാങ്ങിയോ? തുടങ്ങിയതേ ഉള്ളൂ. വന്നതേ ഉള്ളൂ. വസ്ത്രം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഓണക്കോടിയൊക്കെ എടുത്തായിരുന്നു. എല്ലാം എടുത്തായിരുന്നു. നേരത്തെ എടുത്തു. ഇതുതന്നെയാണ് ഓണാഘോഷങ്ങൾ എല്ലാവരും തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ശരിക്കും കണ്ടത് ഒരു കുടുംബമാണെങ്കിൽ ഇപ്പോൾ അവർ ഓണക്കോടികളൊക്കെ നേരത്തെ എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അവർ ഇനി കൂടുതൽ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്തരത്തിൽ ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന തരത്തിൽ ഓണത്തെ കളറാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വടക്കൻ കേരളത്തിലെ ഓണവിശേഷങ്ങളിലേക്ക് പോകാം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും ഒക്കെ. ലക്ഷ്മിയുണ്ട് കോഴിക്കോട് നിന്നും. ലക്ഷ്മി, എങ്ങനെയാണ് വടക്കൻ കേരളത്തിൽ ഒരു ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്? നഗരം എങ്ങനെയാണ്? തിരക്കിലാണോ? ഉത്രാടപ്പാച്ചിലാണ് ആളുകൾ? വടക്കൻ കേരളത്തിലെ ആളുകളെല്ലാം ഓണത്തെ വരവേൽക്കാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം. എല്ലാ ആളുകളും പുത്തൻ വസ്ത്രം എടുക്കാനും ഓണക്കോടി എടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുവെ മിഠായി തെരുവ് ഉച്ചയോടുകൂടി തന്നെ ഇത്രയധികം തിരക്ക് കാണാൻ കഴിയും. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ഇതിനേക്കാൾ, അതായത് ഒരു കല്ലിട്ടാൽ പോലും താഴേക്ക് വീഴാത്ത രീതിയിലേക്കുള്ള തിരക്കിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ, അതായത് ഇന്നത്തെ കച്ചവടത്തെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെയുള്ള കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് ചേട്ടാ ഇന്നത്തെ ഒരു കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. കുഴപ്പമൊന്നുമില്ല, മഴ ഇല്ലാത്തതുകൊണ്ട് കച്ചവടമെല്ലാം ഉണ്ട്. അപ്പോൾ ഓണത്തിന് പുതിയ ട്രെൻഡിങ് ടോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാ മോഡലുകളും വന്നിരിക്കണം. നല്ല മോഡലുകളും വന്നിരിക്കണേ. ഇപ്പോൾ പ്രിന്റിംഗ് ആണ് നല്ല മോഡലായിട്ട് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും, അതായത് സെറ്റ് സാരി പോലത്തെ അല്ലെങ്കിൽ സെറ്റായിട്ട് ഉടുപ്പും കാര്യങ്ങളും പിന്നെ പ്രിന്റഡ് ഷർട്ടുകൾ അതെല്ലാം ഇപ്പം കൂടുതലായിട്ട് പോണത്. അപ്പോൾ ഏതായാലും നല്ല കച്ചവടം തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ SM സ്ട്രീറ്റിലുള്ള മിഠായി തെരുവുള്ള ആളുകൾ എല്ലാവരും പറയുന്നത്. ഏതായാലും നമുക്ക് ഈ തിരക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ എന്നുള്ളത്. ഈ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ മിഠായി തെരുവിലേതുപോലെ തന്നെ പാളയം മാർക്കറ്റിലും സമാനമായ രീതിയിൽ നമുക്ക് ഒരു തിരക്ക് കാണാൻ കഴിയും. ഏതായാലും വൈകുന്നേരത്തോട് കൂടിയാണ് ഇവിടെയുള്ള തിരക്ക് വർദ്ധിക്കാൻ പോകുന്നത്. ഏതായാലും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് മലയാളികൾ എല്ലാവരും ഉള്ളത്. ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മലയാളികളെല്ലാം ഉള്ളത്. അതിനെയാണ് വടക്കൻ കേരളത്തിലെ ഓണവിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്കറിയാം, ഓണത്തിന് തൃക്കാക്കരയപ്പനെ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ഈ തൃക്കാക്കരയപ്പൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. തൃക്കാക്കരയപ്പനെ കളിമണ്ണിലാണ് തീർക്കുന്നത്. ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. കർക്കിടകം പിറക്കുന്നത് മുതൽ തന്നെ കൊടകരയിലെ കുംഭാര സമുദായക്കാരുടെ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം ആരംഭിക്കും. ഓരോ വീടുകളിലും നൂറുകണക്കിന് ചെറുതും വലുതുമായ കളിമൺ രൂപങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. പാടങ്ങളിൽ നിന്ന് കളിമണ്ണ് എടുക്കാനാവാത്തതിനാൽ അരച്ചെടുത്ത കളിമണ്ണ് ഓട്ടുകമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇവരുടെ തൃക്കാക്കരയപ്പൻ നിർമ്മാണം. 5 ഇഞ്ച് മുതൽ 3 അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഉയരം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് ഇവർ പറയുന്നു. അപ്പോൾ എല്ലാ വർഷത്തെ മാതിരി തന്നെ ഇപ്രാവശ്യം വില കുറവാണ്. മണ്ണിന് വില കൂടി, പിന്നെ പെയിൻറ്റ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഇത് കാരണന്മാരായി ആയിട്ട് പണിത് ഇറക്കുന്ന സംഭവമാണ് തൃക്കാക്കരയപ്പൻ ഓണത്തിന്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ചെറുത് തൊട്ട് 5 ഇഞ്ച് തൊട്ട് 16 ഇഞ്ച് വരെയുള്ള സാധനം എൻ്റെ അടുത്ത്. അതിനും വലുത് പണിയുന്നവരുണ്ട്. അതിനുള്ള വിലകളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ കാലത്തെ വിലകൾ പോലും ചോദിക്കുന്നില്ല ഇപ്പോൾ ആൾക്കാർ. വലിപ്പം കൂടിയവയ്ക്ക് ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓർഡർ കിട്ടിയെങ്കിലേ ഉയരം കൂടിയവ നിർമ്മിക്കാറുള്ളൂ. വലിപ്പത്തിനനുസരിച്ച് 50 രൂപ മുതൽ 300 രൂപ വരെ വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത്. ഓണക്കാലത്തെ IRDP മേളയിലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ നിരത്തോരങ്ങളിലും കടകളിലും തുടങ്ങി മാളുകളിൽ വരെ കൊടകരയിൽ നിന്നുള്ള കളിമൺ തൃക്കാക്കരയപ്പൻ എത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരുന്നാണ് നിർമ്മാണം നടത്തുന്നത്. ഉണക്കിയ ശേഷം വിവിധ ഡിസൈനുകളും ചായവും കൊടുത്ത് ഇവ അലങ്കരിക്കും. പണ്ടൊക്കെ ഓട്, ഇഷ്ടിക എന്നിവ പൊടിച്ചു ചേർത്തുണ്ടാക്കുന്ന ചായമടിച്ചാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നതെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റാണ് ഉപയോഗിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുവരെ ആളുകൾ കൊടകരയിലെ തൃക്കാക്കരയപ്പനെ അന്വേഷിച്ച് എത്താറുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തിരുവോണനാളിലെ ഓണസദ്യയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും. തൂഷനിലയില്ലാതെ എന്ത് ഓണസദ്യയല്ലേ. പക്ഷേങ്കിൽ
തൂഷനില കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം സദ്യ വിളമ്പാൻ കേരളത്തിന് പുറത്തുനിന്നും ഇപ്പോൾ തൂഷനില എത്തുന്നു എന്നതാണ് പ്രാധാന്യം. മലയാളിക്ക് ഓണസദ്യ പോലെ തന്നെ പ്രധാനമാണ് അത് വിളമ്പാനുള്ള വാഴയിലയും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് വാഴയില പ്രധാനമായും എത്തുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി വാഴയില വിൽപ്പനയിൽ പേരെടുത്തവരാണ് കോട്ടയം പാലായ്ക്ക് സമീപം ഇടമറക് സ്വദേശികളും സഹോദരങ്ങളുമായ ഈറ്റയ്ക്കുന്നിൽ പ്രമോദും ജോയ്സും. പ്ലാസ്റ്റിക് വാഴയില അത് ഒത്തിരി കെമിക്കലുകൾ ചേർന്നാണ് അത് ഉണ്ടാക്കുന്നത്. അതുമൂലം നമ്മൾ ചൂടുള്ള സാധനങ്ങൾ ഈ സാമ്പാർ, പുളിശ്ശേരി ഇങ്ങനെയുള്ള ചൂട് സാധനങ്ങൾ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിക്കോട്ടിൻ നമ്മുടെ വയറിനൊക്കെ കയറി വന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അത് ഇങ്ങനെയുള്ള വാഴയില നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ നാട്ടിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ നമുക്ക് 3-4 പേരുണ്ട്. അവരിതുപോലെ കട്ട് ചെയ്ത് അവരുടെ സൗകര്യാർത്ഥം എല്ലാ കാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. 3-4 കുടുംബങ്ങൾക്ക് നമ്മൾ കാരണം അവർക്ക് ദിവസം ശമ്പളം കിട്ടുന്നുണ്ട്. മറുനാടൻ ഇലകൾ മാത്രമല്ല, സ്വന്തം തോട്ടത്തിൽ നിന്നുള്ള വാഴയിലകളും പ്രദേശവാസികളായ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന ഇലകളും ഇവർ വിൽപ്പന നടത്തുന്നുണ്ട്. പ്രദേശത്തെ കർഷകർക്കും ഇത് ഒരു വരുമാന മാർഗമാണ്. നാട്ടിലെ സംബന്ധിച്ച് വളരെ ലാഭകരമായ ഒരു കാര്യമാണ്. നമുക്ക് കൊല വെട്ടുന്നതിനോടൊപ്പം തന്നെ വാഴയില വിറ്റ് നല്ലൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ശരാശരി 4 രൂപയുടെ മുകളിൽ ഒരു വാഴയിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. ഓണക്കാലത്ത് വാഴയിലയുടെ വില പലയിടത്തും 10 രൂപയ്ക്ക് മുകളിലായി. വാഴ കൃഷി കേരളത്തിൽ ധാരാളമായി ഉണ്ടെങ്കിലും ഇല വിൽക്കുന്നതിനെക്കുറിച്ച് മലയാളികൾ അധികമൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ഓണക്കാലത്ത് മാത്രമല്ല, മറ്റ് സീസണുകളിലും വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണുള്ളത്. ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളുമൊക്കെയാണ് ആവശ്യക്കാർ. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കർഷകർക്ക് നേട്ടമാകുന്നതിനൊപ്പം ഓണക്കാലത്ത് വാഴയിലയുടെ വിലയും പിടിച്ചു കെട്ടാം. അമൃത ന്യൂസ്, കോട്ടയം. ഓണസദ്യ അത് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പക്ഷേ അത് കഴിക്കാൻ ഒരു ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്നറിയാം. സദ്യ എന്നാൽ പലർക്കും ഒരു ആവേശമാണ്. എന്നാൽ ഇന്നും വാഴ ഇലയിൽ വിളമ്പുന്ന ഓണസദ്യ ക്രമത്തിൽ കഴിച്ചു തീർക്കാൻ അറിയില്ല പലർക്കും. വിളമ്പുന്ന മുറയ്ക്ക് കഴിക്കാമെന്നല്ലാതെ ഏതിനൊപ്പം എങ്ങനെ കഴിക്കണം എന്നത് മിക്കവർക്കും ഇന്ന് അറിയില്ല. സദ്യ വാരിവലിച്ച് കഴിച്ചാൽ ദോഷമാണ് ഫലം. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നീ ഷഡ്രസങ്ങളും ചേർന്നതാണ് സദ്യ. കണ്ണുകൾ കൊണ്ട് സദ്യ ആദ്യം ആസ്വദിക്കണം, ഒപ്പം മണവും. എന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ. പഴമക്കാർ ഓണസദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേകം ചിട്ടവട്ടങ്ങൾ ക്രമീകരിച്ചിരുന്നു. കാരണം സ്വാദ് ക്രമീകരിക്കുന്നതിനൊപ്പം വയറിനുള്ളിലെ ദഹന പ്രക്രിയയ്ക്കും ഗുണകരമാകുന്ന തരത്തിലാണ് പഴമക്കാരുടെ സദ്യ കഴിക്കാനുള്ള നിർദ്ദേശം. സദ്യയിൽ ആദ്യം തന്നെ കഴിക്കേണ്ടത് ശർക്കര വരട്ടിയും കായ വറുത്തതുമാണ്. ശർക്കര വരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുകുളങ്ങളെയും ഉണർത്തും. ആദ്യം ചോറ് ഇലയിലിട്ടാൽ നെയ്യ് ചേർത്ത് എരിവ് കുറഞ്ഞ പരിപ്പ് കറിക്കൊപ്പം എരിവ് കൂടിയ കൂട്ടുകറിയോ അവിയലോ തോരനോ വേണം കഴിക്കാൻ. നെയ്യ് അഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു. അഗ്നിയാണ് ദഹനമുണ്ടാക്കുന്നത്. പിന്നീട് ചോറും എരിവും കൂടിയ സാമ്പാറിനൊപ്പം കഴിക്കാനുള്ളതാണ് മധുരക്കറിയും തൈര് ചേർത്ത കിച്ചടികളും. ഏത് കറി കഴിച്ചാലും ഒരല്പം ഓലൻ കഴിച്ചിട്ടേ മറ്റൊരു കറി കഴിക്കാവൂ. ദഹനത്തിനൊപ്പം ഓലൻ കഴിക്കുമ്പോൾ നാവ് വൃത്തിയാകും. അതിനാൽ ഓരോ കറിയുടെയും യഥാർത്ഥ രുചി ആസ്വദിക്കാം എന്നതാണ് സത്യം. അത്യാവശ്യം നല്ല അളവിൽ വയറ്റിലെത്തിയ എരിവിന് ആശ്വാസമായി വേണം പിന്നീടെത്തുന്ന പായസം കുടിക്കാൻ. പായസത്തിന്റെ മധുരം കാരണം വായി ചൊടിക്കാതിരിക്കാനാണ് അതിനൊപ്പം നാരങ്ങ അച്ചാർ തൊട്ടുകൂട്ടേണ്ടത്. പായസം കുടിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരിയിലേക്ക് കടക്കാം. പുളിശ്ശേരിക്കൊപ്പം വേണം മാങ്ങ അച്ചാർ കഴിക്കാൻ. ഇനി രസവും അതിനൊപ്പം ഇഞ്ചിക്കറിയും കഴിക്കണം. ഇതോടെ സദ്യയുടെ ദഹനത്തിനുള്ള വകയായി. ഏറ്റവും ഒടുവിലായി പച്ചമോരും പാവയ്ക്ക അച്ചാറും. ഇത് വായുക്ഷോഭം ശമിപ്പിക്കും. ഇങ്ങനെ കൃത്യമായ വ്യവസ്ഥ പ്രകാരമാണ് സദ്യ കഴിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ആരോഗ്യത്തെ തന്നെ സദ്യ ദോഷകരമായി ബാധിച്ചേക്കാം. ഇത്തവണയെങ്കിലും ഓർത്തോണം കഴിച്ചോണം ഈ രീതിയിലൊരു ഓണസദ്യ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. GST നിരക്ക് കുറയുന്നതിന്റെ ഗുണം സാധാരണപ്പെട്ട ആളുകൾക്കും ലഭിക്കണമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ചേർന്ന GST കൗൺസിൽ യോഗമാണ് നികുതി ഘടന പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. GST നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഒന്നിച്ചെടുത്തുവെന്ന് പറഞ്ഞ ധനമന്ത്രി KN ബാലഗോപാൽ നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണ ആളുകൾക്കും കിട്ടണമെന്ന് പറഞ്ഞു. അതേസമയം ലോട്ടറിയുടെ നികുതി 28% നിന്ന് 40% വരെ ആക്കിയത് അംഗീകരിക്കാനാവില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ലോട്ടറിക്ക് 28% നിന്ന് 40% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു സാധാരണക്കാരുടെ ജീവിത വരുമാന മാർഗമാണ്. അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുവരരുത്. ഈ ടാക്സ് ഒന്നേ അതേ നിൽക്കണം. അല്ലെങ്കിൽ ഈ ലോട്ടറിയൊക്കെ സ്റ്റേറ്റുകളുടെ ടാക്സിൽ പോകണം. ടാക്സ് ഒന്നും കുറയ്ക്കുന്നില്ല, ഇതേ ടാക്സ് അതിന് തൊട്ടാൽ സ്റ്റേറ്റുകൾക്ക് വിടണം.
അത് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല 40% നിൽക്കുന്നു. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് എത്ര നഷ്ടം വരുമെന്നറിയില്ല. വരുമാന നഷ്ടം പരിഹരിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, സിമന്റ്, ഇൻഷുറൻസ് എന്നീ വിഭാഗങ്ങളിലായി 2500 കോടി നഷ്ടം കേരളത്തിനുണ്ടാകും. ആകെ 8000 മുതൽ 10000 രൂപയുടെ കുറവുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറവ് വരുന്നതിന് പകരമായി സിഗരറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് കിട്ടുന്ന നികുതി സംസ്ഥാനങ്ങൾക്ക് നൽകണം. നികുതി വരുമാനം പങ്കുവയ്ക്കുന്ന രീതിക്ക് മാറ്റം വരുത്തണമെന്നും സംസ്ഥാന ധനമന്ത്രി ആവശ്യപ്പെട്ടു. 50-50 എന്നതിന് പകരം 60% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ബാലഗോപാൽ പറഞ്ഞു. 40% കേന്ദ്രത്തിനായി നിജപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളം നിലവിലുയർത്തിയ ആശങ്കകൾ BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ FIR സമർപ്പിച്ചു. 5 പേരുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടം MLA സ്ത്രീകളെ ശല്യം ചെയ്തതിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്ത കേസിലാണ് 5 പേരുടെ പരാതിയിൽ FIR സമർപ്പിച്ചത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR സമർപ്പിച്ചത്. BNS 78(2), 355, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതായും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചതായും ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായും FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെ ആരോപണം ഉന്നയിച്ച ആരും പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടില്ല. പരാതിക്കാർ ഇരയെക്കുറിച്ച് തെളിവുകൾ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും. രാഹുലിനെതിരായ ആരോപണത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പ സംഗമത്തിൽ വിവാദം ഇങ്ങനെ മുറുകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകാനാണ് ദേവസ്വം ബോർഡും സർക്കാരും ശ്രമിക്കുന്നത്. അതേസമയം ഇതിനു ബദലായി വിശ്വാസ സംഗമം നടത്താനുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം വന്നതോടെ കരുതലോടെ നീങ്ങാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. NSS, SNDP ഉൾപ്പെടെ എല്ലാ ഹൈന്ദവ സംഘടനകളെയും വിശ്വാസത്തിലെടുത്താണ് അയ്യപ്പ സംഗമം നടത്തുക. അതേസമയം അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപഢ്യമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. പ്രതികരണം നോക്കാം. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു അയ്യപ്പ ഭക്തി. ഇവരുടെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പ ഭക്തിയുടെ ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറി. അവിടെ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ സമാധാനപരമായി നടത്തിയ ആളുകൾക്കെതിരായി കേസെടുത്തു. അപ്പൊ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ്. ഈ വിഷയത്തിൽ മന്ത്രി VN വാസവന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, അത് അവര് നടത്തുന്ന നമുക്കിപ്പോൾ എന്താ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് നമ്മൾ മറ്റൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ചെന്ന് അറിയിക്കാതെയാണെന്നുള്ളൊരു അത് തെറ്റാണ്. അത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ അശ്വമിനി നടത്തിയിരുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് സമയം ചോദിക്കണമെന്നും അദ്ദേഹം തരുന്ന സമയത്ത് നിങ്ങൾ പോയി നേരിട്ട് ക്ഷണിക്കണം, കത്തുകൊടുക്കലല്ല നേരിട്ട് ക്ഷണിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മെമ്പർമാരും ചേർന്ന് അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചപ്പോൾ 2-ാം തീയതി കാണാം, അതിനുമുമ്പ് ദുബായിക്ക് പോകണം. അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം എന്തെന്ന് നോക്കാം. തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ മെയിൻ അന്നത്തെ പത്രക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 10 ജനങ്ങളുടെ കൂടെയാണ്. 10 ജനങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ലക്ഷ്യം ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക്. ഇന്നലെ കേരളം ഏറെ ചർച്ച ചെയ്ത വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറിയിൽ നിർണായക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. റിപ്പോർട്ട് മർദ്ദനം സ്ഥിരീകരിക്കുന്നതാണ്. ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ സേതു KC നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പോലീസുകാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുജിത്ത് VSനെ സ്റ്റേഷനിൽ എത്തിച്ചു മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തുന്നു. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ നിർത്തി മർദ്ദിച്ചുവെന്ന ആരോപണവും റിപ്പോർട്ട് ശരിവെക്കുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നോക്കാം. മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അഴിച്ചുവിട്ടത്. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. മർദ്ദനമേറ്റ VS സുജിത്തിന്റെ വീട് ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മുഖത്തടിച്ചു, കർണപടങ്ങൾ പൊട്ടി, CCTV ദൃശ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ആ ദൃശ്യങ്ങളിൽ പതിയാത്ത സ്ഥലങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി
വീണ്ടും ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് വർദ്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും സുജിത്ത് മദ്യപിച്ചിരുന്നു എന്ന ഒരു കള്ളക്കേസിൽ FIR ഉണ്ടാക്കി. സിംഗപ്പൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനം ഗുണകരമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറും പ്രധാനമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ ശ്രമം പരിശോധിക്കാൻ DMO നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നവരുടെ എണ്ണം 11ആയി. ഓണദിവസങ്ങളാണ്. വലിയ അപകടങ്ങൾ നടന്ന ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ. കൊല്ലം ഓച്ചിറയിൽ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ധാർ ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 മരണമാണ് ഉണ്ടായത്. ജീപ്പ് പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം. ചേർത്തലയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും എതിർദിശയിൽ നിന്നും വന്ന ധാർ ജീപ്പും ദേശീയപാതയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസ്സിന്റെ മുൻഭാഗവും തകർന്നു. ജീപ്പിലുണ്ടായിരുന്ന തേവലക്കര സ്വദേശികളാണ് മരിച്ചത്. തേവലക്കര സ്വദേശി പ്രിൻസ്, മക്കളായ അതുൽ, അൽക്ക എന്നിവരാണ് മരിച്ചത്. പ്രിൻസിന്റെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കുണ്ട്. ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്ത് എത്തിച്ചത്. ജീപ്പ് ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSRTC യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നിപ്പോൾ കണ്ണൂർ പെരുന്തട്ടയിലും അപകടമുണ്ടായി. അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. കാൽനട യാത്രക്കാരായ എരമം സ്വദേശികളായ വിജയൻ, രതീഷ് എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് കാൽനട യാത്രക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കായിക വാർത്തയിലേക്കാണ്. KCLൽ ഇന്നിപ്പോൾ 2 മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 ആലപ്പി റിപ്പിൾസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. 2ാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും തമ്മിൽ ഏറ്റുമുട്ടും. കഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. തജിക്കിസ്ഥാനിലെ ഹിസ്സോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5:30 മത്സരം. 2 കളിയിൽ 3 പോയിന്റുമായി B ഗ്രൂപ്പിൽ 2ാമതാണ് ഇന്ത്യ. 1ാമതുള്ള ഇറാൻ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫ് കളിച്ച് 3ാം സ്ഥാനം നേടാം. അഫ്ഗാനെ വീഴ്ത്തിയാൽ ഇന്ത്യ കടക്കും. സമനിലയായാൽ ഇറാനെ നേരിടുന്ന തജിക്കിസ്ഥാന്റെ മത്സരഫലം ആശ്രയിച്ചാകും കാര്യങ്ങൾ. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.